നിങ്ങളുടെ വീട്ടിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും 4G സിം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു CCTV ക്യാമറയാണ് ഇത്. 2800 രൂപയ്ക്ക് ആമസോണിൽ നിന്നാണ് ഈ ഒരു മുതൽ നമ്മൾ വാങ്ങിയത്. ഈ ഒരു ക്യാമറയിൽ ഒരു 4G സിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ മൊബൈലിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ക്യാമറയ്ക്ക് ഒരു നെഗറ്റീവ് ഉണ്ട്, അതെന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് രാത്രിയിൽ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള വീഡിയോ കാണാൻ സാധിക്കും. അതുവേണം നമുക്ക് രാത്രി ലൈറ്റ് ഓൺ ആക്കാം. പിന്നെ ഈ ഒരു ക്യാമറയിൽ തന്നെ ഇൻബിൽറ്റ് സ്പീക്കറും മൈക്കുമുണ്ട്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് നമുക്ക് ഫോൺ ഉപയോഗിച്ച് സംസാരിക്കാം. നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ക്യാമറയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു ആപ്പ് വഴി നിങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. അവർക്ക് തിരിച്ച് ഈ ഒരു ക്യാമറയുടെ മൈക്ക് വഴി നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കും. നമ്മൾ ഈ ഒരു മുതൽ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 2800 ചില്ലാൻ രൂപയ്ക്കാണ് ഈ ഒരു സാധനം വാങ്ങിയത്. 2800 തൊട്ട് 3100 വരെയാണ് ഇതിനകത്ത് ആമസോണിൽ വില വരുന്നത്. പല സമയത്ത് പല വിലയാണ്. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ഇതിൻ്റെ പെട്ടി നമ്മൾ പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവവും ഉണ്ട്. സ്റ്റാൻഡുണ്ട്, സ്ക്രൂ ഉണ്ട്, പിന്നെയാണെങ്കിൽ ഇതിന് പവർ കൊടുക്കാവുന്ന 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ ഉണ്ട്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമുണ്ട്. നമ്മളൊരു 4G സിമ്മും ഒരു മെമ്മറി കാർഡും മാത്രം ഇതിനകത്തേക്ക് മേടിച്ചിട്ടാൽ മതി. നല്ല വലിപ്പമുള്ള ഒരു ക്യാമറ ആണ്. അതുകൊണ്ട് ഈ ഒരു മുതൽ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആര് നമ്മുടെ വീട്ടിൽ വന്നാലും ഒറ്റയടിക്ക് തന്നെ കാണുന്നതായിരിക്കും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടന് വേണ്ടിയാണ് ഈ ഒരു ക്യാമറ വാങ്ങിയത്. ആ ചേട്ടൻ്റെ പറമ്പിൽ രാത്രിയിൽ ആരോ വന്നിട്ട് 2 സാധിച്ചിട്ട് പോവുകയാണ്. ആ പുള്ളിനെ പൊക്കാൻ വേണ്ടിയാണ് ഈ ഒരു മുതൽ നമ്മൾ മേടിച്ചത്. അതിനുശേഷം ആ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ലിഥിയം ബാറ്ററി വെച്ചിട്ടാണ്. അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല, കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരാൾ ചിലപ്പോൾ ആ ഒരു കെണിയിൽ വന്ന് വീഴില്ല. ഈ ഒരു 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ ഉപയോഗിച്ചാണ് ഇതിന് പവർ കൊടുക്കുന്നത്. ഈ കാണുന്ന പോലെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഓണായി. അതിനുശേഷം നിങ്ങൾക്ക് സിമ്മും മെമ്മറി കാർഡും ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മുതൽ വർക്കാവുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എതർനെറ്റ് കേബിൾ ഇതിനകത്തേക്ക് ഡയറക്റ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുമുണ്ട്. ഇവിടെ നമ്മൾ സിം ഇട്ടാണ് ഉപയോഗിക്കുന്നത്. സിം ഇടുന്നു, നമ്മൾ VIയുടെ സിമ്മാണ് ഉപയോഗിക്കുന്നത്. അത് വേണം ഒരു 32 GB മെമ്മറി കാർഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ഈ ഒരു മുതൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ല. ആ മെമ്മറി കാർഡ് ഫുള്ളൊന്നും ആയിട്ടില്ല. എന്തായാലും ഇതിൻ്റെ സ്റ്റാൻഡാണ് ഇത് വെക്കാനുള്ള സ്റ്റാൻഡ് വളരെ മോശമാണ്. പിന്നെ ഈ ഒരു പ്രൈസിൽ ഓക്കെ ആണെന്ന് പറയാം. തുരുമ്പൊടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും സാധനം ഇപ്പോൾ മഴയത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മോൾ വശം നനയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഊത്തടിച്ചിട്ട് ചിലപ്പോൾ സ്റ്റാൻഡ് തന്നെ ചാൻസ് ഉണ്ട്. തുരുമ്പൊടിക്കലും നമുക്കറിയാം. പിന്നെയാണെങ്കിൽ ക്യാമറ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാട്ടർ പ്രൂഫാണ് കമ്പനി പറയുന്നത്. എന്താണെന്ന് അറിയില്ല. നിലവിൽ വെള്ളമൊന്നും ഇറങ്ങില്ലാത്ത രീതിയിലാണ് സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മുതലിൻ്റെ ആൻറ്റിനൊക്കെ കുറച്ച് വലുതാണ്. പക്ഷേ എങ്കിൽ റേഞ്ച് കുറവുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ പടം കട്ടായി പോകുന്നുണ്ട്. നല്ല പവറായിട്ട് പിടിക്കുന്നില്ല. അത്യാവശ്യം റേഞ്ചുള്ള സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ കാര്യം പക്കയായിട്ട് വർക്കാവുള്ളൂ. ആ ഒരു റേഞ്ച് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ പക്കയായിട്ട് ഈ ഒരു മുതൽ വർക്കാവുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ സ്ക്രൂവൊക്കെ ലൂസാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കാം. അവിടെ 4G സിമ്മിന് റേഞ്ച് വേണം, അത്യാവശ്യം നല്ല റേഞ്ച് വേണം കേട്ടോ. ഒരു കട്ടയൊക്കെ ഫോണിൽ കിട്ടിയിട്ട് കാര്യമില്ല, ഒരു 3 കട്ടയെങ്കിലും ഫോണിൽ കിട്ടണം. അതിനുശേഷമാണെങ്കിൽ അവിടെ പവർ സപ്ലൈ കൊടുക്കാനുള്ള ഒരു സംഭവം വേണം. അതായത് ഇതിന് പവർ ഇല്ലെങ്കിൽ ഈ ഒരു മുതൽ വർക്കാവില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ക്യാമറ നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയാനില്ല. പക്ഷേ എങ്കിൽ 4Gയുടെ സിമ്മിന് റേഞ്ച് വേണം. അത് വേണം അവിടെ നമുക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള പവർ എത്തിക്കാനുള്ള ഒരു മാർഗം വേണം. അങ്ങനെയാണെങ്കിൽ മരത്തിലോ നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിലോ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതൊരു ഔട്ട്ഡോർ ക്യാമറ ആയതുകൊണ്ട് പുറത്ത് വെച്ചാലും നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. നട്ടുവെച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്തൊന്നും പക്കയായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതല്ലാണ്ട് ലൈറ്റ് കുറച്ച് കുറവുള്ള സമയങ്ങളിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ തൂങ്ങി കിടക്കുന്ന വയറൊന്നും കാണാൻ പാകത്തിന് വെക്കരുത്. കാരണം അവിടെ റീസെറ്റ് ബട്ടൺ ആ വയർ കിടക്കുന്നുണ്ട്. അതിലാരെങ്കിലും പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ റീസെറ്റായിട്ട് പോകും. പിന്നെ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തതിന് ഒരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ ആപ്പ് ഇതാണ്. നമുക്ക് അവിടെ ആരെങ്കിലുമൊക്കെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെസ്സേജൊക്കെ വന്ന് നടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് കയറി നോക്കാം. അവിടെ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ മെമ്മറി കാർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് മെമ്മറിയുടെ സ്ഥലം തീരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെയാണെങ്കിൽ ഇതിൽ രാത്രിയിലൊക്കെ ആണെങ്കിൽ
ഈ ഒരു മുതൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു കള്ളൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന പോലെ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കുന്നതായിരിക്കും. പിന്നെ ആണെങ്കിൽ നല്ല ഫുൾ പവറിലും ലൈറ്റ് കത്തുന്നതായിരിക്കും ഈ കാണുന്ന പോലെയൊക്കെ. ഇതൊക്കെ നമ്മൾ ആപ്പിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. ലൈറ്റ് ഓണാണെങ്കിൽ ഓണാക്കാം, ഓഫാക്കി വയ്ക്കാം. അതൊക്കെ ആപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്യാമറയുടെ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു പേപ്പറിൽ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് അടിച്ചാൽ മതി, എനിക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷനാണ് കുറച്ചും കൂടെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കളറായിട്ട് കിട്ടുമ്പോൾ അത്ര പക്കയായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട്. നൈറ്റ് വിഷൻ അത്യാവശ്യം ആളെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നൈറ്റ് വിഷൻ്റെ വീഡിയോ. ഞാൻ തന്നെയാണ് ഈ കാണുന്നത്. എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ താഴെ കമൻ്റ് അടിച്ചോ. പിന്നെ ആണെങ്കിൽ ഈ ഒരു മുതൽ എവിടെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ആകെ ഒരു ക്യാമറയൊക്കെയാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഈ ഒരു മുതലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആളെയൊക്കെ തിരിച്ചറിയാം. ക്യാമറയുടെ മുമ്പിൽ കൂടെ പോണ ആളെയൊക്കെ തിരിച്ചറിയാം. ഒരുപാട് ദൂരത്തൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതായത് ഒരു 2 മീറ്റർ 3 മീറ്ററൊക്കെ ദൂരത്തിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ചറിയാം. അല്ലെങ്കിൽ ഒരാൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നല്ല വെയിലുള്ള സമയത്തും വെയിൽ കുറച്ച് കുറവുള്ള സമയത്തും ഈ കാണുന്ന രീതിയിൽ വലിയ കാര്യമായിട്ട് തിരിച്ചറിയാത്ത സെറ്റപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ ചില ഒരു കാലാവസ്ഥയുടെ ഒരു വെട്ടമൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതോരോ വെട്ടം വെളിച്ചം മാറുന്നതനുസരിച്ച് മാറ്റമുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാട്ടോ ഈ ഒരു ക്യാമറയെ കുറിച്ച്. പിന്നെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമറ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചേരെ. അപ്പോൾ മറ്റു കൂട്ടുകാർക്കൊരു ഉപകാരമായിരിക്കും. ഇങ്ങനെയുള്ള ക്യാമറ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ. ഈ ഒരു ക്യാമറയിൽ കിട്ടുന്ന സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ, ഒരാൾ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സൗണ്ട് ഇതിന് അടുത്തൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് തിരിയും. അല്ലെങ്കിൽ ഒരു കട്ടായി പോകുന്ന രീതിയിൽ ഒന്നും മനസ്സിലാവില്ലാത്ത സെറ്റപ്പിലാണ് കേൾക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഈ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. അങ്ങനെയുള്ള കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് പക്കയായിട്ട് എല്ലാ സമയത്തും കാണാൻ സാധിക്കില്ല. നല്ല വെയിലുള്ള സമയത്ത് കാണാൻ സാധിക്കുന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ബാക്കിയൊക്കെ കാര്യങ്ങൾ ഓക്കെയാണ്.